നമസ്കാരം. എല്ലാവർക്കും ബിസ് ബ്രാൻഡ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആളുകൾ കയറുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒന്ന് ചാറ്റിലൊന്ന് ഓക്കെ ഒന്ന് പറയണേ. ഓക്കെ, ഒന്ന് ഇൻട്രാക്ട് ചെയ്യൂ. ഓക്കെ, ഓക്കെ. ഇന്നലെ നമ്മൾ നടത്തിയിരുന്ന ലൈവ് പ്രോഗ്രാമിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ ലൈവ് മുമ്പോട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫുഡ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ചോയ്സ് ആയിട്ട് QSRകളെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി കൊടുക്കാൻ കഴിയുന്ന, സർവീസ് കൊടുക്കാൻ കഴിയുന്ന റെസ്റ്റോറൻറ്റുകൾ ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്കൊരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് QSR എന്ന് പറയുന്നത്. ഈ QSRകളിൽ നമ്മുടെ സാധാരണ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളിൽ പോയാൽ നമുക്ക് ധാരാളം മെനുകൾ ഉണ്ടാവും, അല്ലേ? ഒരു 50-100 മെനുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. എന്നാൽ QSRകളിലേക്ക് വരുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് മെനുകളാണ് ഉണ്ടാവുക. ഇതാണ് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ. അപ്പോൾ ഇതൊരു മോഡേണൈസ് ചെയ്ത ഒരു ബിസിനസ് ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇന്ന് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഇൻഡസ്ട്രി നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനാണ് QSR മോഡൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ. ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്ത ആളുകൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇന്നലെയുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്തിനു തുടങ്ങണം, ഒരു ഫുൾ സർവീസ് റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുന്നതിനേക്കാൾ എന്തൊക്കെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അരമണിക്കൂർ സമയം അതിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിലേക്ക് പോകാനുള്ള സമയമില്ല, എങ്കിലും ഞാൻ 1-2 പോയിന്റുകൾ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. ഒന്ന്, ആളുകൾക്ക് തീരെ സമയമില്ല. അഥവാ നമ്മളുടെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് സമയമുള്ളൂ. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് ഇന്ന് എല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, നമ്മൾ ഈ ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റുകളിലും അതേപോലെ തന്നെ ഫുൾ സർവീസ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ ചിലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതൽ സമയം നമ്മൾ അവിടെ ചിലവഴിക്കാറുണ്ടായിരുന്നു, ഇല്ലേ? നമ്മൾ ചെന്നു, നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഓർഡർ എടുക്കാൻ ആൾ വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സമയമൊക്കെ നമ്മൾ ഇരുന്ന് സംസാരിച്ചൊന്ന് ഫ്രീ ആയതിനു ശേഷമാണ് അടുത്ത ഫുഡ് വരിക, അല്ലേ? അത് സ്റ്റാർട്ടർ വരും, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഡിഷസുകൾ, എന്തെങ്കിലും സൂപ്പോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം മെയിൻ ഡിഷസ് വരും. ഇങ്ങനെ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് റെസ്റ്റോറൻറ്റുകൾ മുമ്പോട്ട് പോയിരുന്നത്. എന്നാൽ ഇന്ന് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വേണം, പെട്ടെന്ന് എന്നുള്ള വേർഡുകളെ നമ്മൾ കേൾക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ് ഓരോ കസ്റ്റമറിൽ നിന്നും ദിനം പ്രതി സർവീസ് സ്റ്റാഫുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മാറി ചിന്തിക്കുന്നതല്ലാതെ മറ്റൊരു വഴിയില്ല ഇതിന്. കസ്റ്റമറെ കൂടുതൽ സമയം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഇരുത്തിക്കൊണ്ട് നമുക്കൊരു ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ ഫാസ്റ്റായിട്ട് അവരുടെ മുമ്പിലേക്ക്
ഭക്ഷണം എത്തിക്കാൻ കഴിയുന്ന സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിന് പോംവഴിയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെ നമുക്ക് ലഭിക്കാൻ വളരെ പ്രയാസമായി വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ജീവനക്കാരെ കിട്ടാനില്ല. ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് നമ്മളിലേക്ക് കണ്ടെത്താൻ പ്രയാസമാവുന്നു. വരുന്ന ജീവനക്കാർ ഒട്ടുമിക്ക ആളുകളും ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ബിസിനസ്സുകാരനുമായിട്ട് യാതൊരു കൂറുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളെ നിയമിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ബിസിനസ് മോഡലുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഫ്രഷർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് അയാളെ ട്രെയിൻ ചെയ്ത് അയാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു 2 വർഷമാണെങ്കിലും അദ്ദേഹം ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറും. കുറഞ്ഞ കാലമേ നിൽക്കുള്ളൂ, കാരണം ലോങ് ടൈമിലേക്കൊന്നും നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ നിൽക്കുന്ന കാലം അത്രയും ബിസിനസ്സിനോട് കൂറുള്ള, ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിന്റെ റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ഈ ഒരു ജീവനക്കാരനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകൾക്ക് കഴിയും. അതേസമയം ഒരു ഉള്ളിലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് പോയ ഒരു ജീവനക്കാരൻ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും ഉള്ളിലൊരു മോശമായിട്ടുള്ള ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരാളെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്ന് അയാളെ നമ്മൾ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും മാറി വരില്ല. അയാളുടെ ഉള്ളിലുള്ള ഹാബിറ്റ് അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് ബിസിനസ്സുകളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് QSR മോഡൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. കുറഞ്ഞ ജീവനക്കാരെ വെച്ചുകൊണ്ട്, അതുമല്ല വലിയ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ജീവനക്കാരെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിനെ റൺ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മൂന്നാമതായിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഒരുപാട് മെനുകളുള്ള റെസ്റ്റോറൻറ്റുകൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റേജ് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാതെ വരും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷനാണ് QSR മോഡൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ QSR മോഡൽ റെസ്റ്റോറൻറ്റുകളെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ, ഏറ്റവും കുറഞ്ഞ സ്റ്റാർട്ടപ്പ് കോസ്റ്റിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. ഒരു ഫുൾ സർവീസ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ROI നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ 24 മുതൽ 36 മാസം വരെ സമയമെടുക്കും. നല്ല കസ്റ്റമർ പ്രിഫറൻസുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, ടാർഗറ്റ് ഓഡിയൻസിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്, മെനുകളിൽ മെനു എഞ്ചിനീയറിംഗ് ഒക്കെ കറക്റ്റായിട്ട് പൂർത്തീകരിച്ച് കറക്റ്റായിട്ടുള്ള ഡൈനിങ് ആംബിയൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിനാണ് ഞാൻ പറഞ്ഞത് 24 മുതൽ 36 മാസം വരെ സമയമെടുക്കും. അല്ലാത്ത റെസ്റ്റോറൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വർഷം തന്നെ പരാജയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യും. ഇന്ന് സംഭവിക്കുന്ന ഒരു 80% റെസ്റ്റോറൻറ്റുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യത്തെ വർഷം തന്നെ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു പോവുക, എന്നിട്ട് ഒന്നുകിൽ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അടച്ചുപൂട്ടി പോവുക. ഇതാണ് 80% റെസ്റ്റോറൻറ്റുകൾക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഈ കാരണങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടോ ആയിരിക്കാം. അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് QSR മോഡൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, ഫുഡ് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, കാരണം വരുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫുഡ് ബിസിനസ് തന്നെയാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ലാഭം നേടിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഫുഡ് ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. ഇതാണ് വരും കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് മോഡലിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ബിസിനസ് മോഡലാണ് QSR മോഡൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാനൊരു പ്രോഗ്രാം, ഒരു ക്യാമ്പയിൻ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അവർക്ക് ഏത് ടൈപ്പ് മെനു ആണ് അവർ സെറ്റ് ചെയ്യേണ്ടത്, അവരുടെ ഷോപ്പുകൾ എങ്ങനെയുള്ള ഷോപ്പുകളായിരിക്കണം, എത്ര ജീവനക്കാർ വേണം അവരുടെ ഷോപ്പുകളിൽ, അവർ തിരഞ്ഞെടുക്കേണ്ട ലൊക്കേഷൻ എങ്ങനെയുള്ളതാണ്, അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് കോമ്പറ്റേറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് വിപണിയിൽ നിൽക്കാൻ കഴിയുക, എങ്ങനെയുള്ള മാർക്കറ്റിംഗ് രീതികളാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, എത്ര രൂപ വരെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ക്ലാരിറ്റി കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന 15-ാം തീയതി 3 മണിക്കൂർ ലൈവ് ഓൺലൈൻ മാസ്റ്റർ ക്ലാസ്സിലൂടെ ഞാൻ ഈ കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബണ്ടിൽ ഓഫ് മെനു ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ബണ്ടിൽ ഓഫ് മെനു ഐഡിയാസ് എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുക എന്നുള്ളതല്ല. അതിൽ ഷെയർ ചെയ്യുന്ന ബണ്ടിൽ ഓഫ് മെനു ഐഡിയാസിൽ നിങ്ങളുടെ യുണീക്ക്നെസ് കൊണ്ടുവരാൻ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രയൽ റൺ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ടേസ്റ്റിലേക്കും പുതിയ പ്രസൻറ്റേഷൻ രീതികളിലേക്കും നിങ്ങൾക്ക് ആ മെനുകൾ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു QSR മോഡൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള എല്ലാവിധ ഹെൽപ്പുകളും ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് 15-ാം തീയതി നടക്കുന്ന മാസ്റ്റർ ക്ലാസ്സിൽ. ആ മാസ്റ്റർ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു QSR മോഡൽ ബിസിനസ് ആരംഭിച്ച് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ROI തിരിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക്, വെറും 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങൾ കൃത്യമായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് നിങ്ങൾക്ക് മാറി വരാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് QSR മോഡൽ ബിസിനസ്സുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ റെസിപ്പികൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതൊരു പ്രത്യേക മോഡലാണ്. കാരണം നമ്മുടെ ഫുൾ സർവീസ് റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ മൾട്ടി ക്യൂസൻ റെസ്റ്റോറൻറ്റുകളിലുള്ള മെനുകളല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ QSR മോഡലിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മൾ സാധാരണ ഫാസ്റ്റ് ഫുഡ് കടകളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്, മൾട്ടി ക്യൂസൻ റെസ്റ്റോറൻറ്റുകളിലുള്ള അതേ മെനു ആണ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളിൽ കാണാറുള്ളത്. ഇത് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? ആളുകൾക്ക് ഫുഡ് കൊടുക്കാൻ ലേറ്റ് ആവും, താമസം നേരിടും, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി QSR മോഡൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന മെനുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ ലൈവിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡെലിവർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെനു ആയിരിക്കണം നമ്മൾ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്. കസ്റ്റമറുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെനു ആയിരിക്കണം. അല്ലാതെ ഒരു 200 മെനു 300 മെനു റെസിപ്പികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മെനു കൊണ്ടുപോയിട്ട് നിങ്ങളൊരു QSR മോഡൽ ബിസിനസ്സിൽ നിങ്ങൾ ഒരിക്കലും കസ്റ്റമറിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾക്കൊരു 6 മുതൽ 10 വരെ റെസിപ്പികൾ ആയിരിക്കണം നിങ്ങളുടെ മെനു കാർഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിങ്, നിങ്ങളുടെ പ്രൈസിങ്, നിങ്ങളുടെ കസ്റ്റമറുടെ പ്രിഫറൻസുകൾ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം ആ മെനു നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ കസ്റ്റമറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള, എന്തിനു വേണ്ടിയിട്ട് ആ കസ്റ്റമർ നിങ്ങളെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ലഭിക്കുന്ന രൂപത്തിലുള്ള റെസിപ്പികളായിരിക്കണം നിങ്ങളുടെ മെനു കാർഡിൽ ഉണ്ടാവേണ്ടത്. അത് വളരെ ചുരുങ്ങിയ മെനു ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു 6 മുതൽ 10 വരെ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി അതിലും കൂട്ടി വരും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു 15. അതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ മെനു കാർഡിൽ നിങ്ങളുടെ റെസിപ്പികൾ ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ എംപ്ലോയി കോസ്റ്റ് വർദ്ധിക്കും, നിങ്ങളുടെ മറ്റുള്ള ഓവർഹെഡ് എക്സ്പെൻസുകൾ കൂടും. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കുറഞ്ഞു വരും.
അവസാന ഘട്ടത്തിൽ വരുമ്പോൾ പ്രോഫിറ്റ് ഇല്ലാതെ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മെനു എപ്പോഴും ഏറ്റവും ഷോർട്ടൺ ആയിട്ടുള്ള മെനു ആയിരിക്കണം നിങ്ങൾ കസ്റ്റമറുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്. അതിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിഷ്, നിങ്ങൾക്ക് ഒരു 10 മെനു ഉണ്ടെങ്കിൽ അതിൽ ഒരു ഡിഷ് നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ സിഗ്നേച്ചർ ഡിഷ് ആയിരിക്കണം. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ഡിഷ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ സിഗ്നേച്ചർ ഡിഷ്, നിങ്ങളിൽ മാത്രമേ ആ വിപണിയിൽ അത് കിട്ടാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു ഡിഷ് നിങ്ങൾ എന്ത് ചെയ്യണം, രൂപപ്പെടുത്തിയിരിക്കണം നിങ്ങൾ. ഇതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ QSR ബിസിനസ് മോഡല് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ സിഗ്നേച്ചർ ഡിഷിനെ കണ്ടെത്തുക എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ മാസ്റ്റർ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ബണ്ടിൽ ഓഫ് മെനു നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ മെനുവിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സിഗ്നേച്ചർ ഡിഷസുകളെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള മെനുകൾ നിങ്ങൾ കസ്റ്റമറുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അങ്ങനെയുള്ള ആളുകൾ, കണക്ഷനുള്ള ആളുകളോടൊക്കെ ഇത് പറയും. അവരെല്ലാവരും നിങ്ങളുടെ റെസ്റ്റോറൻറ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ആളുകളായി മാറുകയും നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കട്ടെ, ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തത്, ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, സിംപ്ലിസിറ്റി ഈസ് കീ. സിമ്പിൾ ആയിട്ടുള്ള മെനു ആയിരിക്കണം കസ്റ്റമറുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പം മെനു തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ്, എൻ്റെ മെനുവിൽ എത്ര നമ്പേഴ്സ് ഓഫ് റെസിപ്പി ഉണ്ടാവണം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 6 to 10. ഇതാണ് നിങ്ങളുടെ മെനുവിൽ ഉണ്ടാവേണ്ട റെസിപ്പി. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീക്കിലി സ്പെഷ്യൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 മെനു കുറച്ചിട്ട് അഡീഷണൽ 2 പുതിയ മെനു നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് മന്ത്ലി സ്പെഷ്യൽ കൊണ്ടുവരാം, ഡെയിലി സ്പെഷ്യൽസ് കൊണ്ടുവരാം. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെറൈറ്റീസ് ഓഫ് സ്പെഷ്യാലിറ്റീസ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങളുടെ മെനുവിൽ 10ൽ കൂടുതൽ മെനു ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ദെൻ അടുത്തത്, നമ്മുടെ ഓപ്പറേഷൻസ് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. കസ്റ്റമർ, ഞാൻ പറഞ്ഞു, ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് ആളുകൾക്ക് സമയമില്ല. അവർക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് അരമണിക്കൂർ ഇരുന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയി വരുന്നത് വരെ ഇരിക്കാനുള്ള സമയമില്ല ഇന്ന് ആളുകൾക്ക്. അവരതിന് തയ്യാറല്ല. പിന്നെ യാതൊരു സാധ്യതയില്ല, എവിടെയും കിട്ടുന്നില്ല എങ്കിലാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പിന്നെ അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരിക്കാൻ അവർ തയ്യാറാകുന്നത്. ഇതിലും ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകൾ വേറെ ഉണ്ടെങ്കിൽ അവർ അവിടേക്ക് പോകും. അപ്പം നിങ്ങളിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള മെനു ഉണ്ടാവുകയും സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുകയാണെങ്കിലോ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ തിരക്കെന്തായിരിക്കും? എത്രത്തോളം കസ്റ്റമർ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന് ഇഷ്ടപ്പെടും? അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ഇന്ന് ഫുഡ് ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആളുകൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് ആ ഭക്ഷണം എത്തിക്കുക. അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് എന്ത് വേണം? നമ്മളുടെ കിച്ചണുകൾ, നമ്മുടെ QSRന്റെ കിച്ചൺ ആ രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യാം. വളരെ ഫാസ്റ്റ് ആയിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്ക്. മാക്സിമം 3 to 5 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മുടെ കസ്റ്റമറിൽ ഡെലിവറി ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള മെനുകളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. 3 to 5 മിനിറ്റ്സ്, അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒന്നുമില്ല. കസ്റ്റമർ വരുന്നു, ഓർഡർ ചെയ്യുന്നു, 3 to 5 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യണം? കസ്റ്റമറിന്റെ മുമ്പിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. നമ്മൾ അതിനനുസരിച്ചുള്ള മെനുകളാണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഇന്നിപ്പോൾ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളിൽ പേരെടുത്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഡെലിവറി, അല്ലേ? ബർഗർ ആണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും നമുക്ക് ഫ്രൈഡ് ചിക്കൻ ആണെങ്കിലും ഒക്കെ
നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഡെലിവർ ചെയ്യുന്ന സിസ്റ്റം ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികൾ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുക. നമുക്ക് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള മെനുകൾ ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇതിന് എന്തൊക്കെ വേണം? നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ടൈം എത്ര വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ വർക്ക് ഫ്ലോ എങ്ങനെയായിരിക്കണം കസ്റ്റമറിൽ എത്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയണം. അതിനനുസരിച്ച് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനുള്ള എക്യുപ്മെന്റ്സുകൾ നമുക്ക് ഉണ്ടാവണം. ഇതൊന്നും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ കഴിയുന്ന പ്രോസസ്സുകളാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ ഇങ്ങനെ സ്പീഡ് പിന്നെ നമുക്ക് വർദ്ധിപ്പിക്കണേ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട മറ്റൊരു ഘടകമുണ്ട്, നമ്മുടെ കിച്ചന്റെ ഒപ്റ്റിമൈസേഷൻ. കിച്ചണും ഡൈനിങ്ങുമായിട്ട് അത്രയും ഫാസ്റ്റ് ആയിട്ട് ലിങ്ക് ആയിരിക്കണം. കിച്ചണിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഡൈനിങ്ങിൽ എത്താനോ അല്ലെങ്കിൽ പിന്നെ ആളുകൾക്ക് ഡെലിവറി ചെയ്യാനോ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം ഉണ്ടാവണം. QSR മോഡലിൻ്റെ ഒരു പ്രത്യേകത പറയാം. നമ്മൾ സാധാരണ ഡൈനിങ് ഏരിയ ഒക്കെ വളരെ ഫാൻസി ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഫുഡ് സർവീസ് റെസ്റ്റോറൻറ്റുകൾ വർക്ക് ചെയ്യാറുള്ളത്. ഇതേ രൂപത്തിലാണ് ഇന്ന് പല ആളുകളും പിന്നെ QSR മോഡലുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും വലിയ പരാജയമാണ്. ആളുകൾക്ക് ഡെലിവറി ചെയ്യുക, ആളുകൾ കൗണ്ടറിൽ നിന്ന് സെൽഫ് സർവീസ് ആയിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്ന രൂപത്തിലുള്ള ഓപ്ഷൻസ് മാത്രമേ നമ്മുടെ QSRകളിൽ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലേബർ കോസ്റ്റ് കൂടും. ഈ ലേബർ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ആയിരിക്കണം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും കൂടുതൽ ലേബർ കോസ്റ്റിലേക്ക് പോകുന്ന രൂപത്തിലേക്കുള്ള സർവീസ് ഫെസിലിറ്റീസുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ കൗണ്ടറിൽ നിന്ന് നമ്മൾ ഡെലിവറി ചെയ്യുന്നു, അവരത് സെൽഫ് സർവീസ് ആയിട്ട് കസ്റ്റമർ എടുത്ത് കഴിക്കും, അവർ കൊണ്ടുപോയിട്ട് അവർ ടേബിൾ വെച്ച് കഴിക്കുന്നു. ആ ടേബിൾ ക്ലീനിങ് മാത്രമേ നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അത് ഞാൻ ഒരു സന്ദർഭോചിതമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ദെൻ അടുത്തത് ഇൻഗ്രീഡിയൻസുകളാണ്. ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഇൻഗ്രീഡിയൻസ്, അഥവാ നമ്മളിപ്പോൾ ഒരു സോസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. ഈ സോസ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസുകൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്ലാനുകളായിരിക്കണം നമ്മളുടെ മെനു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അഥവാ ക്രോസ് യൂട്ടിലൈസേഷൻ എന്ന് പറയും. നമ്മൾ ഒരു കാര്യം ഒന്നിൽ കൂടുതൽ സാധനങ്ങളിലേക്ക് മൾട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള സോസുകൾ, നമുക്കറിയാം മയനീസ് അല്ലേ, മയനീസ് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപർപ്പസ് പല കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാൻഡ്വിച്ചിന് പറ്റും, അതേപോലെ നമ്മുടെ പിന്നെ ഫ്രൈസിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ സോസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ, ഡിഫറെൻ്റ് മെനൂസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്രിൽഡ് ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രിൽഡ് ചിക്കനെ നമുക്ക് എന്ത് ചെയ്യാം, പല പാറ്റേണുകളിൽ പല റെസിപ്പികളിലേക്ക് മാറ്റി സോസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഇല്ലേ. ചിലത് റോളായിട്ട് കൊടുക്കാൻ പറ്റും, ചിലത് ബൗളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും, ചിലത് സലാഡായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും ഇല്ലേ. പല രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രിൽ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രൂപത്തിലുള്ള മെനുകളായിട്ട് നമുക്ക് മാറ്റിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ ഒരു ഗ്രിൽ ചിക്കൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനുകളാക്കിയിട്ട് മാറ്റി ഇല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഒരു ഡിഷിനെ അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പികളായിട്ട് മാറ്റാൻ വേണ്ടി കഴിയണം. അല്ലെങ്കിൽ എന്താ, ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് നിർമ്മിക്കാൻ വേണ്ടി പോവുക. ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുക, അതിൻ്റെ കൂട്ടുണ്ടാക്കുക, അതിൻ്റെ മിക്സ് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളത് വേറെ പ്രിപ്പയർ ചെയ്യാം. ടൈം കൺസെപ്ഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അപ്പം സ്റ്റാഫിങ് കുറയ്ക്കുക. ഒരു QSRനെ സംബന്ധിച്ചിടത്തോളം 2-3 സ്റ്റാഫുകളെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് അത് പ്ലാൻ ചെയ്യാനേ പാടില്ല.
മാക്സിമം നമുക്ക് ജ്യൂസസ് മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 സ്റ്റാഫ് മാക്സിമം, അത്ര സ്റ്റാഫിനെ വെക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ സ്റ്റാഫുകൾ വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മളുടെ പിന്നെ QSRകളെ നമ്മൾ മോഡൽ ചെയ്ത് കഴിയും, അതിന് വേണ്ടിയിട്ടുള്ള മെനുകൾ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ പ്രോഫിറ്റിലൂടെയാണ് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുക. അടുത്തത് 4ാമത്തെ പോയിന്റ്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന മെനുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളെ മാത്രം ചിന്തയിൽ നിന്നാവരുത് നമ്മളൊരു മെനു സെറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഓപ്ഷൻസിനെ എടുത്തുകൊണ്ട് അവരുടെ പ്രിഫറൻസിനെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ മെനുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആരായിരിക്കാം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ ആരായിരിക്കാം, ഓഫീസിൽ വർക്കിംഗ് സ്റ്റാഫുകളായിരിക്കാം, ഇല്ലേ? അല്ലെങ്കിൽ ആരായിരിക്കാം, കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറിയിലുള്ള ആളുകൾ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഫാമിലീസ്, ടൂറിസ്റ്റ് ഏരിയകളൊക്കെ ആണെങ്കിൽ ഫാമിലീസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ആരാണോ നിങ്ങളുടെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളുടെ മെനുകളിലെ സെറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിലെ ട്രെൻഡിനെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ മാർക്കറ്റ് എന്താണോ, നമ്മളിപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്, എന്ത് ടേസ്റ്റാണ് ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് രൂപത്തിലുള്ള ഡിഷസുകളിലേക്കാണ് ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഡിഷസുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും, ഇല്ലേ? നമ്മുടെ കഴിഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചോറും കറിയും പപ്പടവും ഒക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ് വിപണി കൂടുതലായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇല്ലേ? അപ്പോൾ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ട്രെൻഡ് മാറുന്നതനുസരിച്ച് ആളുകളിലേക്ക് കൂടുതൽ എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള, അഥവാ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആ ട്രെൻഡഡ് ആയിട്ടുള്ള റെസിപ്പികളെ നമ്മൾ എന്ത് ചെയ്യണം, രൂപപ്പെടുത്തിയെടുക്കണം. നമ്മുടേതായിട്ടുള്ള യുണീക്ക്നെസ്സിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഓക്കെ, 5ാമത്തെ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിങ്ങളൊരു ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമാണ്. 5ാമത്തെ പോയിന്റ്, നിങ്ങൾ മെനു എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ മാർക്കറ്റിലെ ട്രെൻഡിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ മെനു ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് വേണം, ഓരോ മെനുവിൽ നിന്നും നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. കാരണം വളരെ ചെറിയ വിലക്ക് വിറ്റാൽ എനിക്ക് കൂടുതൽ ആളുകൾക്ക് വിൽക്കാം എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ഈ വിപണിയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ, കുറഞ്ഞ വിലക്ക് വിറ്റ് കൂടുതൽ ആളുകൾക്ക് വിറ്റിട്ട് ലാഭം അല്ലെങ്കിൽ വിജയിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു യഥാർത്ഥ ബിസിനസ്സുകാരന് യോജിച്ച സിസ്റ്റം അല്ല. അത് ഒരുപാട് ആളുകൾക്ക് പ്രായോഗികമായിട്ട് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലല്ല. അത് വിപണിയിൽ വലിയ മത്സരം നേരിടാനുള്ള സാധ്യത ഉള്ള ഒരു ബിസിനസ് മോഡലാണ്. കുറഞ്ഞ വിലക്ക് വിറ്റ് കൂടുതൽ ആളുകൾക്ക് വിറ്റിട്ട് ലാഭം നേടാം എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്ന പല ബിസിനസ്സുകളും ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയാതെ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ വിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു വന്ന ധാരാളം ബിസിനസ്സുകൾ ഇന്ന് നമുക്ക് നമ്മുടെ വിപണിയിൽ കാണാനില്ല. അത്തരം ബിസിനസ്സുകളാണ് ഭൂരിഭാഗവും ആദ്യ വർഷം തന്നെ പരാജയപ്പെട്ടു പോകുന്നത്. സാമ്പത്തികമായിട്ടാണ് അവർ പരാജയപ്പെടുന്നത്. അവരുടെ ചെലവുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകും. അവരുടെ ഫുഡ് കോസ്റ്റിനെ മാനേജ് ചെയ്യാൻ കഴിയാതെ പോകും അവർക്ക്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, പരിഹരിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ ലാഭം എത്ര നിങ്ങൾക്ക് കിട്ടണം, അതിന് നിങ്ങൾ എന്തറിയണം, ആദ്യം നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ വില എത്രയാണ് എന്ന് നിശ്ചയിക്കാൻ നിങ്ങൾ അറിയണം ആദ്യം. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ബജ്ജി കടയാണ് നടത്തുന്നത് എങ്കിൽ, നിങ്ങൾ അവിടെ ഒരു പഴംപൊരി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾ വിൽക്കുന്നതിന്. നിങ്ങൾ 12 രൂപയ്ക്കായിരിക്കും ചിലപ്പം വിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ 12 രൂപയ്ക്ക് വിൽക്കുന്ന പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് ചെലവ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയണം.
ഇതറിയാതെ നിങ്ങളെ തൊട്ടടുത്തുള്ള കോമ്പറ്റേറ്റർ 12-ന് വിൽക്കുന്നതുകൊണ്ട് ഞാനും വിൽക്കുന്നു, അയാൾക്ക് ലാഭം കിട്ടാണ്ട് അയാൾ വിൽക്കില്ലല്ലോ എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ വിൽക്കുമ്പോൾ അയാൾക്കും നിങ്ങൾക്കും ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും നിങ്ങൾ അത് വിൽക്കുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? അയാളും ഇതിന് കണക്കൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല വിൽക്കുന്നത്. അയാളുടെ മറ്റൊരാൾ വിൽക്കുന്ന അത് എത്ര രൂപയ്ക്കാണെന്ന് കണ്ടറിഞ്ഞ് അയാളും വിൽക്കും. അതിനപ്പുറത്ത് മറ്റാളും അതേപോലെ തന്നെയാണ് വിൽക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും വിൽക്കുന്നത് നോക്കി എല്ലാവരും വിറ്റ് പോകുന്നു. അവസാനം ഞാനും വിൽക്കുന്നത് ഈ വിലക്ക് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ വിൽക്കും. അവസാനം നിങ്ങൾക്ക് പറ്റുന്ന നഷ്ടം നിങ്ങൾക്കും അയാളുടെ നഷ്ടം അയാളും വഹിച്ചുകൊണ്ട് ആ വിപണിയിൽ നിന്ന് തന്നെ ഈ പറയുന്ന ബിസിനസ് ഇല്ലാതായി പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിന് നമുക്ക് എത്ര രൂപ വില വരുന്നു, എത്ര രൂപ നമുക്ക് ലാഭം നേടാൻ കഴിയണം എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. ഇതിനെ നമ്മൾ പറയുന്ന വേർഡ് മെനു എഞ്ചിനീയറിംഗ് എന്ന. കൃത്യമായിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടായിരിക്കണം നിങ്ങളുടെ മെനു സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ മെനു സെറ്റ് ചെയ്തിട്ടില്ല എങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഏതൊക്കെ മെനു നിങ്ങൾക്ക് ലാഭം തരുന്നുണ്ട്, ഏതൊക്കെ മെനു നിങ്ങൾക്ക് ലാഭം തരുന്നില്ല. നിങ്ങൾക്ക് ലാഭം തരുന്ന മെനുവിൽ നിന്ന് കിട്ടുന്ന ലാഭം നഷ്ടം സംഭവിക്കുന്ന മെനു കൊണ്ടുപോകും. മനസ്സിലായില്ലേ? ചിലപ്പം 10 റെസിപ്പി വെച്ചിട്ടാണ് നിങ്ങളുടെ മെനു കാർഡ് നിങ്ങൾ സെറ്റ് ചെയ്തതെന്ന് കൂട്ടാം. അതിൽ 1-2 റെസിപ്പികൾ നിങ്ങൾക്കിപ്പോൾ ഒരു ലോഡഡ് ഫ്രൈസ് നിങ്ങൾ വിൽക്കുന്നുണ്ട്. ലോഡഡ് ഫ്രൈസ് നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 20 രൂപ അല്ലെ 30 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കൂട്ടാം. ഒരു ലോഡഡ് ഫ്രൈസ് വിറ്റാൽ ഒരു 30 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേസമയം നിങ്ങളൊരു ബർഗർ വിൽക്കുന്നു. ബർഗർ വിൽക്കുമ്പോൾ ബർഗർ ചിലപ്പോൾ എന്തായിരിക്കും, 2 രൂപ 3 രൂപ നഷ്ടത്തിലായിരിക്കും നിങ്ങൾ വിൽക്കുന്നത്. അതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഷോപ്പിൽ സെയിലും നടക്കുന്നത്. അപ്പോൾ 100 ബർഗർ വിൽക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 രൂപ നഷ്ടം വന്ന് ആണത് വിറ്റ് പോകുന്നതെങ്കിൽ 300 രൂപ നിങ്ങൾക്ക് നഷ്ടം വരുമ്പോൾ നിങ്ങൾ ഇപ്പുറത്ത് വിറ്റ 10 ലോഡർ പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ 300 രൂപ ബർഗർ കൊണ്ടുപോകും. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാ മെനുകളും നിങ്ങൾക്ക് ലാഭം തരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രൈസിങ് സ്ട്രാറ്റജി വളരെ പക്ക ക്ലിയർ ആയിട്ട് നമ്മൾ നടത്തണം. നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ഫുഡ് കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയാം. അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടുന്നു, നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ, ഇന്ന് നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറയാം. 1, സിമ്പിളായിട്ടുള്ള മെനു ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 2, സ്പീഡായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രോസസ്സുകളായിരിക്കണം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവേണ്ടത്. 3-മതായിട്ട് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസുകൾ ക്രോസ് യൂട്ടിലൈസേഷൻ, നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസുകളായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. 4-മതായിട്ട് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൃത്യമായിട്ട് അറിഞ്ഞ് മാർക്കറ്റിലെ ട്രെൻഡിനെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു മെനു ആയിരിക്കണം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. 5-മതായിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ എത്ര കിട്ടണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ട് വേണം നിങ്ങളുടെ മെനു പ്രൈസിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെനു സക്സസ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പറയുന്ന കാര്യങ്ങളെ, കാരണം ഒരു മെനു സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക. ഒരു സിമ്പിളായിട്ടുള്ള മെനു, 10 മെനു വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിൽ ഏതൊക്കെ മെനുകളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, എങ്ങനെയൊക്കെയുള്ള മെനുകളായിരിക്കണം അതിലുണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ നിങ്ങളുടെ ഫുഡ് കോസ്റ്റ് എത്രയായിരിക്കണം, നിങ്ങളുടെ ഓവർഹെഡ് എക്സ്പെൻസ് എത്രയാവണം, നിങ്ങൾക്ക് എത്രയാവണം നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടേണ്ടത്, ഇങ്ങനെയുള്ള മെനു എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ, ഇതുപോലുള്ള മെനുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ 15-ാം തീയതി ഞാൻ സംഘടിപ്പിക്കുന്ന മാസ്റ്റർ ക്ലാസ്സിൽ പങ്കെടുക്കുക. അതിൽ 3 മണിക്കൂർ സെഷനാണ്. ഈ 3 മണിക്കൂർ സെഷനിൽ അവസാനത്തെ അരമണിക്കൂർ സമയം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഡയറക്റ്റ് ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താനും കഴിയും. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്ക്, മാസ്റ്റർ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് മോഡൽ ചെയ്യുന്നത് മുതൽ, QSR മോഡൽ റെസ്റ്റോറൻറ്റ് പിന്നെ മോഡൽ പ്ലാൻ ചെയ്യുന്നത് മുതൽ
ആ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുന്നത് വരെയുള്ള അഥവാ ഫൈനൽ ലോഞ്ചിങ് വരെയുള്ള എല്ലാ പ്രോസസ്സുകളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുള്ള ബഡ്ജറ്റിംഗ് അടക്കം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആ മാസ്റ്റർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. കാരണം ഈ ഒരു QSR മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഷെഫിന്റെ സഹായം ഇല്ലാതെയാണ്. കാരണം ഷെഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരുപാട് ശമ്പളം കൊടുത്താൽ മാത്രമേ നല്ലൊരു ഷെഫിനെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഫിന്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയുന്ന QSR മോഡൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളെ കുറിച്ചാണ് 15-ാം തീയതി ഞാൻ നടത്തുന്ന മാസ്റ്റർ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കാരണം ലിമിറ്റഡ് നമ്പേഴ്സ് ആളുകളെ മാത്രമേ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. കാരണം എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം കിട്ടണം, അതുകൊണ്ടാണത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ